സ്കൂള് തുറക്കുന്ന ദിവസമാണ്. പക്ഷെ വെയിൽ കണ്ടോ, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ തൊട്ട് മഴ ചാറി 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 നിൽക്കും, ചാറി ചാറി പൊടിഞ്ഞു നിൽക്കും. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. കാരണം 2 മാസം നമ്മൾ ഒരു 7-8 മണിക്കാണ് എഴുന്നേക്കുന്നത്. ഇത് രാവിലെ എഴുന്നേക്കണം. ആ മഴച്ചാറിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും രാവിലെ എഴുന്നേക്കാനൊക്കെ. പിന്നെ അയ്യോ ഇനി തൊട്ട് സ്കൂളിൽ പോകണമല്ലോ, പഠിക്കണമല്ലോ, രാവിലെ എഴുന്നേക്കണമല്ലോ. പിന്നെ ആദ്യത്തെ ദിവസം ഒരു ഉത്സാഹം കാണും, പുത്തനുടുപ്പ് ഇടുന്നോണ്ടേ. ഞാൻ സ്കൂളിൽ പോകുന്നത് തന്നെ ഈ പിള്ളേരൊക്കെ പുത്തനുടുപ്പ് കാണാനും, എല്ലാവരുടെയും ഉടുപ്പ്, പിന്നെ ആ പുത്തനുടുപ്പിൻ്റെ ഒരു മണം, പിന്നെ പുതിയ ബാഗിൽ ചോറ് വെച്ച അതിനൊരു മണം, പുതിയ ബുക്ക്, പേന, വാട്ടർ ബോട്ടിൽ, കൊട. പക്ഷേ ബാഗൊക്കെ ആണെങ്കിലും കഴിഞ്ഞ വർഷത്തേക്ക് നല്ലതാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ 8-ലൊക്കെ വാങ്ങിച്ച ബാഗ് ഞാൻ +2 വരെ കണ്ടൊക്കെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. അങ്ങനെ എപ്പോഴൊന്നും ബാഗ് വാങ്ങിക്കത്തില്ല. സ്കൂൾ ടൈമിൽ എനിക്ക് ആകെ 1-2 ബാഗ്, 3 ബാഗ് എങ്ങാണ്ടേ വാങ്ങിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ മറ്റേ നമ്മൾ എക്സാം എഴുതുന്ന ബോർഡില്ലേ, അതിന് എന്തോ പറയുന്നേ, ഒരു ബോർഡ്, അതെനിക്ക് 1ാം ക്ലാസ്സിൽ വാങ്ങിച്ചത്, ഞാൻ 10 വരെ യൂസ് ചെയ്തത്. പിന്നെ +1 +2 നമുക്ക് ബോർഡൊന്നും വെച്ച് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത് നമ്മൾ പോകുമ്പോൾ. അതേപോലെ എനിക്ക് സ്കൂളിലൊരുവട്ടെ ചാച്ച ഒരു പൊതിച്ചോറ് ചാച്ചൻ കെട്ടി തന്നിട്ടുണ്ട്, അമ്മയില്ലായിരുന്നു. എന്ത് രുചിയായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര രുചിയായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ PTA മീറ്റിങ്ങിന് വരുന്നത് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പം വിടും, ആ ഒരു സന്തോഷം. പിന്നെ മുട്ടായി തരും. ഒരു വട്ടം എനിക്കൊന്ന് 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എനിക്ക് സ്കൂൾ ഉറപ്പിൻ്റെ ഒരു തുണി എടുത്തു, ഉടുപ്പെടുത്തേ. ആ ഉടുപ്പിൻ്റെ പുറമാണെങ്കിൽ ഭയങ്കര ഇറങ്ങി. എനിക്കപ്പോൾ അതൊട്ടും കംഫർട്ടല്ലായിരുന്നേ. നമ്മുടെ കോൺഫിഡൻസ് താക്കത്തില്ലേ. എൻ്റെ പുറം ഫുള്ള് കാണാം. അന്ന് കൊച്ച പുറം കണ്ടാലും കുഴപ്പമില്ല, എങ്കിലും ഞാൻ ബാഗ് ഊരാതെ ബാഗ് ഇട്ടുകൊണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഉടുപ്പിട്ടിട്ടേ ഇല്ല, ആ ഒരു ദിവസം ഇട്ടതാണ്. അപ്പോൾ ഇന്ന് വെയിൽ കാണുമ്പോഴേ ആ ഒരു കാലാവസ്ഥയൊന്നും ഇല്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പോയത് പുതിയ ഉടുപ്പ് നനഞ്ഞു പോയി, പുതിയ ക്ലാസ് റൂം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയും അസംബ്ലിയിൽ രാവിലെ നിർത്തി പ്രസംഗവും കാര്യങ്ങളും പ്രവേശനോത്സവവും ഒക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ അവരവരുടെ ക്ലാസ്സിലോട്ട് വിടും. എന്നിട്ട് പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, നമ്മളെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരിക്കത്തില്ല, ഈ വർഷത്തെ ടീച്ചേഴ്സ്. അവർ വരും, നിങ്ങളുടെ ക്ലാസ് ഇവിടാന്ന് പറയും. പുതിയ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇരുന്ന പുതിയൊരു ക്ലാസ്സിലോട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ ചുറ്റും നോക്കും, അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ആദ്യം തന്നെ ബാക്ക് ബെഞ്ചിൽ പോയിരിക്കാനുള്ള ഓട്ടമായിരിക്കും. അങ്ങനെ അപ്പോൾ ടീച്ചർ പറയും ഇന്നെല്ലാവരും അവിടെയൊക്കെ ഇരുന്നു, നാളെ നമ്മൾ അറേഞ്ച് ചെയ്തിരുത്താം എന്നൊക്കെ പറയും. എന്നിട്ട് അന്നൊന്നും പഠിപ്പിക്കത്തില്ലല്ലോ. പിന്നെ അതിന് മുന്നേ നമ്മൾ പോയി ടെസ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുമല്ലോ. ബുക്കൊന്നും കൊണ്ടുപോകാതായിരിക്കും ആദ്യത്തെ ദിവസം പോകുന്നത്. ആദ്യത്തെ ദിവസം കുറച്ച് കാര്യം പറയുക, ഉച്ചയ്ക്ക് വിടുക. പിറ്റേ ദിവസം തൊട്ട് ആ ഉച്ചയ്ക്ക് വിടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിറ്റേ ദിവസം തൊട്ട് പിന്നെ അടുപ്പിച്ച് പോകണം. പിന്നെ ട്യൂഷൻ, അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ ആ സമയമൊക്കെ. സത്യം പറഞ്ഞാൽ അത് പണ്ടെല്ലാവരും പറയും കൊച്ചായിട്ടിരിക്കുമ്പം വളരണം നിങ്ങൾ പറയുന്നു, 150% അത് പറയും. ഞങ്ങളും വിചാരിച്ചു വളർന്നായിരുന്നേ പഠിക്കണ്ടായിരുന്നല്ലോ, ജോലിക്കൊക്കെ പോകുമായിരുന്നു, പൈസ ചുമ്മാതെ. ഏറ്റവും അടിപൊളി സമയവും ഏറ്റവും അടിപൊളി നമ്മൾ ഹാപ്പി ആയിട്ട് വേറെ ഒന്നും ഓർക്കാണ്ട് നമ്മുടെ ലൈഫ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആട്ടോ അത്. അമ്മയാണെങ്കിൽ രാവിലെ ഷുഗർ നോക്കാൻ വന്നിട്ട് നിൽക്കും കേട്ടോ. നല്ല ഷുഗർ ഉണ്ടെങ്കിലും ചോറ് മാത്രമേ തിന്നത്തുള്ളൂ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ആശുപത്രിയിൽ പോയി കാണിക്കുകയും മരുന്ന് കഴിക്കുന്നൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. എന്നിട്ട് വന്നിട്ട് ദോശ ചുടുവാണ് രാവിലെ. ഞാനാണെങ്കിൽ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ചാച്ചനാണെങ്കിൽ അരി അടുപ്പത്തിടാനുള്ള തീ കത്തിക്കുക കേട്ടോ. ഞാൻ തീ കത്തിക്കാൻ തുടങ്ങിയതാണ്, പക്ഷേ എൻ്റെ തീ കത്തിയിലത്ര ശരിയായില്ല. മണിസാറാണെങ്കിൽ വെളിയിലിരുന്ന് വെയിൽ കാച്ചു കേട്ടോ. ഇന്നലെ എവിടെ പോയതാ? നിന്നോട് രാത്രി നരങ്ങാൻ പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? മണിയാ, നീ എവിടെ പോയായിരുന്നു? നിനക്ക് ഇന്നത്തെ ദിവസം ഇവിടുന്ന് ജലപാനം തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. നിന്നോട് പറഞ്ഞ അനുസരണ ഇല്ല നിനക്ക്. എവിടെ പോയായിരുന്നടാ മണിയോ? എവിടെ പോയായിരുന്ന? പോവാന്നോ? കണക്കി പോവാന്നോ? പോ. എടാന്ന് വെച്ചാ പോ. ഇങ്ങോട്ട് കയറണ്ട, പോയാ മതി. അമ്മയ്ക്ക് തയ്ക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുവോ മണിയെ? അമ്മ ആന്നോടാ ഇങ്ങനെയാണോ തയ്ക്കുന്നേന്നൊക്കെ കൊടുക്കും. അവനെല്ലാം അറിയാം, തയ്യൽ മണിയൻ. മണി ഒരു മണിയാ. നിരങ്ങാൻ പോയിട്ട്
അമ്മ അവനെ ചാടിക്കാതെ അമ്മ അവിടെ പോയിട്ട് ഓനല്ല അങ്ങ് ഗുണ്ടുമണിയം പോണൊക്കെ ഇരുന്ന് എങ്ങനെ ഒരു ദിവസം കൊണ്ട് തീർന്ന് ഒരുങ്ങുന്ന കല്യാണത്തിന് മോനായിരിക്കും. അച്ഛാ അതി രണ്ട് കിൽച്ചിൽ സൗണ്ട് കേൾക്കുന്നത് എന്തോന്നറിയാമോ? നമ്മുടെ ഇതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ വെറ്റക്കൊടിയിലെ ആണെങ്കിലേ എല്ലാം വന്ന് കിളി കൊത്തി തിന്നു നമ്മുടെ വെറ്റ. ഇപ്പം തന്നെ 2 അടുക്ക് തിന്ന്. ജാക്ക് ഡാനിയലിലൊക്കെ കെട്ടിയിടുന്നത്. എന്തൊരു വലിയ ആളാന്നറിയാമോ? പോടാ. ഒരു പേജിൽ നിന്ന് കിട്ടിയ സാരി കേട്ടോ. ഇതിന്റെ 2 ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞു കൊടുത്തതാണേ. എൻ്റെ ഫോട്ടോഗ്രാഫർ കം. സാരമില്ല. അപ്പോൾ അവർ തന്നിട്ട് കുറേ നാളായി. ഞാനപ്പം ഇതാണെങ്കിൽ ഫോട്ടോ എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങ് ഫോട്ടോ എടുത്തേക്കത്. ബ്ലൗസ് അമ്മയുടെ ഫുള്ള് പിന്നിലായിരിക്കുന്നത്. ചാച്ചനും അമ്മയാണെങ്കിൽ അവർ മുക്കിലോട്ട് പോയി കേട്ടോ, കലഞ്ഞൂർ. ഇരുന്നുറങ്ങുന്ന ഒരാളെ കാണിച്ചു തരാം. അയാൾ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുക, ഭയങ്കര ഉറക്കമായിരുന്നു. ചാച്ച ഇടയ്ക്കൊന്ന് വന്നായിരുന്നു കേട്ടോ, നമ്മുടെ കടയിൽ തുണി എടുക്കാനും വേണ്ടി. അപ്പം ഇയാൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇയാൾ ചാച്ചൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇവിടെ വന്നതാ. കിടന്ന് കേട്ടോ, നല്ല ഉറക്കം വന്നിരിക്കുക. കുറേ നേരം കൊണ്ട് ഉറങ്ങുമായിരുന്നു. ചാച്ചൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് ചാടി ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചേ നമുക്ക് മോദകം ഉണ്ടാക്കാമെന്ന്. മോദകം എന്താണെന്ന് അറിയത്തില്ലയോ? മറ്റേ അകത്ത് പയറും പുറത്ത് മറ്റേ മൈദയിൽ മുക്കി പൊരിക്കുന്നേ. നമ്മുടെ ഇവിടെയൊക്കെ മോദകം എന്നാട്ടോ പറയുന്നത്. നിങ്ങൾക്കത് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പം ചെറുപയർ വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കി നോക്കാം, സക്സസ് ആവുമോ ഇല്ലയോ എന്ന്. അപ്പം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാമേ. അപ്പം അമ്മയും ചാച്ചനോട് വന്നപ്പോൾ ഈ മാങ്ങയും തണ്ണിമത്തനും പിന്നെ മാതള നാരങ്ങയും വാങ്ങിച്ചോട്ടോ. ഈ മാതള നാരങ്ങയ്ക്ക് പല സ്ഥലത്ത് പല പേരല്ലേ. അപ്പോൾ ഈ തേങ്ങ പൊതിച്ച് വെച്ചേക്കുന്നത് നമ്മൾ മോദകാപ്പം ഉണ്ടാക്കും. അല്ല, മോദകം ഉണ്ടാക്കും കേട്ടോ, മോദകാപ്പം അല്ല, സോറി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അവിടെ മൂത്തോണ്ടിരിക്കുക. അമ്മ എന്നെ പറഞ്ഞു പയർ ഇത്രയും വെന്താ മതി കാത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ തേങ്ങയും തിരുമ്മി തന്നു കേട്ടോ. അമ്മയും ചാച്ചനും ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല. അവർ ഉച്ചയ്ക്ക് പൊരിപ്പ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, കാരണം മുക്കിന് കുറേ ആവശ്യങ്ങളായിട്ട് പോയതാട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി. ഞാനാണെങ്കിൽ മുഖത്ത് കുറച്ച് പച്ചരി തേച്ച്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് കിളിയോ ഓടിക്കുവാടാ. ബാ. ഇതാണെങ്കിൽ പയറും തേങ്ങയും പഞ്ചസാര ഏലക്കയും കൂടെ ഞാൻ പൊടിച്ച് കേട്ടോ. പയർ കുറച്ചുകൂടെ ഒന്ന് വേവണോ ഉടയ്ക്കണോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രുചിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചാച്ചനും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ ഈ ഉണ്ട മാവിൽ മുക്കി പൊരിക്കുക കേട്ടോ ചെയ്യുന്നത്. 1-2 എണ്ണം പൊട്ടിപ്പോയി. ഫസ്റ്റ് ടൈം അല്ലേ, ഇനി ചെയ്യുമ്പോൾ ശരിയാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ തിളച്ച എണ്ണയിലോട്ടിട്ട് നല്ല പോലെ മുരിച്ചെടുക്കണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാനായിരുന്നു. അമ്മ പറഞ്ഞു വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട പെണ്ണേന്ന് പറഞ്ഞിട്ട്. ഇതെന്തോ എണ്ണ, ഇത് പൊരിപ്പിന് വേണ്ടി എടുക്കുന്ന എണ്ണയാട്ടോ. എന്തോ എണ്ണയാണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടെ ഒട്ടി പിടിച്ചിരിക്കുന്നു പണ്ടേ. ഇങ്ങനൊന്നും അല്ലടാ, നമുക്കിന്ന് പോവണ്ടേ. മുട്ടയില്ല, വൈകിട്ട് മുട്ട സരസ്വതിയാണെങ്കിൽ 10 മുട്ട മേടിച്ചു കൊടുക്കണം. അമ്മേ അവനെ ഉപദ്രവിക്കാതമ്മേ. അങ്ങനെ ചായയും മോദകവും എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഞങ്ങൾ അടുക്കളയുടെ തിണ്ണയുടെ അവിടെ വന്നിരുന്നു കേട്ടോ. എപ്പോഴും ഞാൻ കഴിക്കാൻ പോയിട്ടിരുന്നാണ് കഴിക്കുന്നത്. അപ്പം ഞാനും അമ്മയും ചാച്ചനോട് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അമ്മയ്ക്കൊരു മോദകമേ കൊടുത്തുള്ളൂ, കാരണം ഒന്നാമത് അമ്മയ്ക്ക് ഷുഗറുണ്ട്. വെറുതെ ഇനി മോദകവും കൂടെ കഴിച്ച ഷുഗർ കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട്. മണിയനാണെങ്കിൽ ഭയങ്കര ഉറക്കം, ഏത് നേരവും മണിയൻ ഉറക്കം കേട്ടോ. ചാച്ചനാണ് കൂടുതലും മോദകം കഴിച്ചത്. അങ്ങനെ നമ്മൾ മോദകമൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ഒരു ബ്ലൗസ് തയ്ക്കും കേട്ടോ. അമ്മ തയ്ക്കും, അമ്മയുടെ ബ്ലൗസെല്ലാം അമ്മ തന്നെ തയ്ച്ചിടുന്നത്. അമ്മ ആൾക്കാർക്ക് തയ്ച്ചും കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ തയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, അമ്മയ്ക്ക് വേണ്ടുന്ന മാത്രമേ തയ്ക്കുന്നുള്ളൂ. തുളസിയില പറിക്കുക. എന്തിനാണെന്നറിയാമോ തുളസിയിലൊക്കെ പറിക്കുന്ന? വെള്ളത്തിൽ ഇടാനും വേണ്ടി, കുളിക്കാൻ, അത്രയും മതി. നമ്മൾ മഞ്ഞൾ പറിക്കാനായിട്ട് പോവാണ്. മഞ്ഞൾ നമ്മുടെ ഇവിടെ നിൽപ്പുണ്ട്. അതെ ഇപ്പം ഞാൻ പറഞ്ഞു വേണേ നിൽക്കുന്നേ. പണ്ട് മഞ്ഞൾ കാണുമ്പോൾ എനിക്ക് ആക്രാന്തമായിരുന്നു മുഖത്ത് തേക്കാൻ. ഇപ്പം അതില്ല. അയ്യോ, ഇതിലൊന്നും ഇല്ല, കുഞ്ഞു മഞ്ഞളാ.
ഞാൻ ഒരു മന്ത കുത്തി അതേണ്ട ഇത് കണ്ടോ മഞ്ഞൾ മൂടോടെ നിൽക്കുന്നേ. ഇതിന്ന് ഒടിച്ചാൽ പോരെ ഇതേണ്ട കണ്ട ഇഷ്ടം പോലെ ഉണ്ട് പൊങ്ങി നിൽക്കുക കണ്ടോ. പണ്ട് ഞാൻ ഇത് എന്തോരം മുഖത്ത് നിൽക്കുമെന്നറിയാമോ. ഈ പച്ചമഞ്ഞളുടെ ഒരു മണമുണ്ട്, അതൊരു വല്ലാത്ത മണമാണ്. എന്നിട്ടിങ്ങനെ തുണിക്കല്ലേ വെച്ച് ഉരച്ചിട്ടിങ്ങനെ തേക്കാൻ. ഞാൻ പണ്ട് എന്നും മഞ്ഞളൊക്കെ തേച്ചായിരുന്നു കുളിക്കുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. വൈകിട്ടായപ്പോഴത്തേക്കും കാറ്റും ഒരു മഴയും കൂടെ. വിളക്കൊക്കെ നമ്മൾ ഒരുക്കി ഇനി കത്തിക്കണം. മഴ പെയ്യാനായിട്ട് തുടങ്ങി. പ്രതീക്ഷിക്കാത്തൊരു മഴയും കാറ്റും കൂടെ ആയിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വന്നു, ഇപ്പം നല്ല മഴയായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ വീഡിയോയിൽ ഞാൻ മൈൻഡപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. നല്ല അടിപൊളി കിണ്ണക്കാച്ചി മഴ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക. വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാം സെറ്റായി ലൈഫ് ഹാപ്പിയായി അടിപൊളിയാകും. ഭയങ്കര തണുപ്പ്. അപ്പം ടാറ്റാ.